മലപ്പുറത്ത് ബൈക്കിലെത്തിയ സംഘം യുവതിയുടെ സ്വർണ്ണമാല കവർന്നു. ഇടപ്പാൾ സ്വദേശിനി ദിവ്യയുടെ മാലയാണ് കവർന്നത്. മാല പൊട്ടിക്കുന്നതിനിടെ നിലത്ത് വീണ യുവതിക്ക് പരിക്കേറ്റു. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, എപ്പോഴായിരുന്നു സംഭവം? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? KP, ഇന്ന് രാവിലെയാണ് സംഭവം. യുവതി നടന്നു പോകുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘമാണ് യുവതിയുടെ മാല പൊട്ടിച്ചത്. അതായത് ബൈക്കിൽ രണ്ടുപേരാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. യുവതി റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. രാവിലെ ഏകദേശം 9 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. അതായത് യുവതി നടന്നു പോകുമ്പോൾ ഈ രണ്ടുപേരിൽ ബൈക്കിൽ പുറകിൽ ഇരുന്നിരുന്ന ആളാണ് യുവതിയുടെ മാല പിടിച്ചു പറിച്ചത്. അതായത് യുവതിയുടെ അടുത്തെത്തിയപ്പോൾ ഈ ബൈക്ക് സ്ലോ ആവുകയായിരുന്നു. അതിനുശേഷം യുവതിയുടെ മാല കഴുത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു. ആ സമയത്ത് യുവതി അവിടെ വീഴുകയും ചെയ്തു. പിന്നീട് ഒരു മാല ഇവരുടെ കൈക്കലായി. മാല പൊട്ടി. ആ സമയത്ത് യുവതിയുടെ കഴുത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഈ രണ്ടു പേരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആര് എന്നുള്ളത് വ്യക്തമല്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യുവതി പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാര്യമായ ഗുരുതരമായ പരിക്കില്ല. കഴുത്തിന് മുറിവേറ്റ ഒരു പരിക്കായി. മാല പിടിച്ചു പറിച്ചപ്പോൾ കഴുത്തിന് മുറിവേറ്റ ഒരു പരിക്കാണ് ഇവർക്ക് ഉള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എടപ്പാൾ പോലീസിൽ ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. KP. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.